ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിന്റെ പേര് ബിർജുഗഞ്ച്. ആ ഗ്രാമത്തിൽ രോഹിത് തന്റെ ഭാര്യ രേഷ്മ പിന്നെ ചെറിയ മകൾ പീഹുവിന്റെ കൂടെ ജീവിച്ചിരുന്നു. അവർ രണ്ടുപേർക്കും തന്റെ മകൾ വളരെ ഓമനയായിരുന്നു. പീഹു ആണെങ്കിലോ വളരെ വളരെ കുറുമ്പിയായിരുന്നു. അവൾ കാടിന് സമീപത്ത് ഒറ്റയ്ക്ക് ഇടയ്ക്കിടെ പോകുമായിരുന്നു. നീ പീഹുവിനെ എവിടെയാ കണ്ടുപിടിച്ചേ? വീണ്ടും പീഹു കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോയി. ഇവിടെ നോക്കുമ്പോളെ പീഹു, ഞാൻ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോവാനേ പാടില്ല. കാടിനടുത്തേക്ക് ഒറ്റയ്ക്ക് പോകരുതെന്ന് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ ഞാൻ പറയുന്ന ഒന്നും കേൾക്കില്ലല്ലോ. ഇന്ന് നിനക്ക് എന്തായാലും ഭക്ഷണം തരില്ല. അമ്മേ, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. എനിക്ക് കാട്ടിലെ മാമ്പഴം കഴിക്കാൻ വളരെ ആഗ്രഹമാ. അതിനു വേണ്ടിയാ ഞാൻ കാട്ടിലേക്ക് പോയത്. കുഴപ്പമില്ല, വിട്. ചെറിയ മോളല്ലേ, അറിയാതെ ചെയ്തതാണ്. നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ ഇങ്ങനെ ഓമനിച്ച അവളെ ഇങ്ങനെ വഷളാക്കിയത്. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്കും ഭക്ഷണം തരില്ല. പിറ്റേ ദിവസം രാവിലെ പീഹു തന്റെ വീട്ടിന് പുറത്ത് കളിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ ആലോചിച്ചു, എനിക്ക് ഇന്നും മാമ്പഴം കഴിക്കണം. പക്ഷെ കാട്ടിനുള്ളിലെ മാവിന്മേലല്ലേ മാമ്പഴം ഉണ്ടാകുകയുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ അവിടെ പോയാ അമ്മ വീണ്ടും എന്നെ ചീത്ത പറയും. ഞാൻ വേഗം പോയിട്ട് വരട്ടെ. അവർക്ക് മനസ്സിലാകുകയേയില്ല, അതായത് ഞാൻ കാട്ടിൽ പോയെന്ന്. വീണ്ടും പീഹു മാമ്പഴം കഴിക്കാനായി കാട്ടിലേക്ക് പോയി. അതേ കാട്ടിൽ തന്നെ ഒരു സന്യാസി മരത്തിന് കീഴെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പീഹു ആണെങ്കിലോ ആ കാട്ടിനുള്ളിൽ ഒരു മാവ് കണ്ടെത്തി. എന്നിട്ട് മാമ്പഴം പറിക്കാനായി അതിലേക്ക് ഒരു കല്ലെടുത്ത് എറിഞ്ഞു. പക്ഷെ ആ കല്ല് പോയി വീണത് ആ സന്യാസിയുടെ ദേഹത്താണ്. എന്റെ മേലെ ഈ കല്ലടിച്ചത് ആരാണ്? ഞാൻ അവർക്ക് ശാപം തരികയാണ്. ആരാണ് എന്നെ കല്ലെടുത്ത് അടിച്ചിട്ടുണ്ടോ അവരുടെ രൂപം മരമായിട്ട് മാറിപ്പോകും. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പീഹു ഒരു മാമ്പഴവുമായി വന്നു. സന്യാസിയാണെങ്കിൽ അവളെ കണ്ട് വളരെയധികം വേദനിച്ചു. എന്തു പറ്റി സ്വാമി? നിങ്ങൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഇതാ, ഈ മാമ്പഴം കഴിച്ചു, നല്ല സ്വാദിഷ്ടമാണ്. ഞാനെന്താ ഇങ്ങനെ ചെയ്തത്? ഒരു സാധുവായിട്ടുണ്ടായിട്ടും എന്റെ ദേഷ്യം ഞാൻ അടക്കാൻ പറ്റാതെ ആക്കിപ്പോയല്ലോ. അപ്പോഴേക്കും പീഹുവിന്റെ മാതാപിതാക്കളും അവിടേക്ക് എത്തിച്ചേർന്നു. പീഹു, എന്റെ മോള് പീഹു, പീഹു. പീഹു, നീ എവിടെയാ മോളുള്ളത്? അവർ പീഹുവിനെയും സ്വാമിജിയെയും അവിടെ കണ്ടു. സ്വാമിജി എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. പീഹു, മോളെ പീഹു, നിനക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത്? നിന്റെ ശരീരം എന്താ മരം പോലെ മാറിയത്? സാധുസ്വാമി, എന്റെ മകൾ അറിയാതെ തെറ്റ് ചെയ്തു പോയതാണ്. ഞങ്ങൾ ഇപ്പോഴെന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ. ഇപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ശരി ചെയ്യേണ്ടത്? എന്നെ ദയവായിട്ട് ക്ഷമിക്കും മോനെ. ഞങ്ങൾ അറിയാണ്ട് ചെയ്തു പോയതാണ്. ഇവളൊരു കുട്ടിയെ ഞങ്ങൾ നോക്കിയില്ല. ആരോ വേണത്ര ഞങ്ങനെ കല്ലെടുത്ത് അടിച്ചെന്നാ വിചാരിച്ചത്. സ്വാമിജി, നിങ്ങളുടെ ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ലേ? എന്റെ ശാപം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല മോളെ. പക്ഷേ ശാപത്തിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ എന്റെ ദേഷ്യം കൊണ്ടാണ് ഈ കുട്ടിക്ക് ഈ ശാപം കിട്ടിയത്. ഞാൻ ഇവൾക്ക് ആശീർവാദം തന്നേക്കാം. പക്ഷേ ഈ കുട്ടീന് മരത്തിന്റെ ശക്തി പൂർണ്ണമായിട്ടുണ്ടാവും. അത് വെച്ചിട്ട് അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ശരിക്കും? ഞാൻ എന്ത് മനസ്സിൽ വിചാരിക്കുന്നു അതുപോലെ മാറാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ഒരു മാവ് ഉണ്ടാക്കും. പീഹു തന്റെ കൈ ഒരു സ്ഥലത്തേക്ക് നീട്ടിയപ്പോൾ ആ സ്ഥലത്ത് വലിയൊരു മാവ് ഉണ്ടായി വന്നു. ഇനി മുതൽ നമുക്ക് ഒരുപാട് മാമ്പഴങ്ങൾ കഴിക്കാം. പക്ഷെ എന്റെ കൈയും കാലും മരത്തെ പോലെ ആയല്ലോ അച്ഛാ. നമ്മളിൽ എന്ത് ചെയ്യും? സാധുസ്വാമി, ഈ ശാപം എങ്ങനെ തീരും? നിങ്ങൾ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അത് നിനക്ക് വേണ്ടി എന്നെ തീർച്ചയായിട്ടും അറിയും. രോഹിതും രേഷ്മയും തങ്ങളുടെ മകൾ പീഹുവിനെയും കൂട്ടി വീട്ടിലേക്ക് പുറപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ പീഹു തന്റെ കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ അവളുടെ സുഹൃത്തുക്കൾ അവളുടെ കൂടെ കളിക്കുകയില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട രോഹിത് രേഷ്മയോട് എന്താണ് പറഞ്ഞതെന്നോ? രേഷ്മ, നമ്മളുടെ മകളുടെ കൂടെ ആരും കളിക്കാൻ തന്നെ വരുന്നില്ലല്ലോ. കാരണം ഇപ്പോൾ അവൾ പൂർണ്ണ മറമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്കും വല്ലാതെ വിഷമാകുന്നു. പക്ഷെ നമ്മളുടെ മകൾക്ക് നല്ല ശക്തികളും ഉണ്ടല്ലോ. ഈ ശാപം മാറാനുള്ള വഴി നമ്മുടെ മുന്നിൽ തന്നെ തെളിയും. പീഹു ആണെങ്കിലോ തന്റെ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് മടങ്ങി വന്നു. എന്റെ കൂടെ ആരും കളിക്കാൻ വരുന്നില്ല. കാരണം ഞാൻ മരക്കട്ടി പോലെ ഉണ്ട്. എനിക്കും കൂട്ടുകാര് വേണം.
അല്ലെങ്കിൽ എനിക്ക് അവരുടെ കൂടെ കളിക്കണം. അപ്പോഴാണ് പീഹു കണ്ടത് ഒരു ദരിദ്രനായ മനുഷ്യനെ. അദ്ദേഹത്തിന്റെ തുണിയും വല്ലാതെ മുഷിഞ്ഞിരുന്നു. പീഹു ആ മനുഷ്യനെ കണ്ട് എന്തു പറഞ്ഞെന്നോ? അങ്കിൾ, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഇവിടെ നോക്കുമോളെ, എന്റെ അടുത്ത് മര്യാദയ്ക്കുള്ള തുണി പോലും ഇല്ല, താമസിക്കാനുള്ള ഒരു സ്ഥലവും ഇല്ല. ദിവസം ഞാൻ ഈ നടുങ്ങുന്ന കുളിരിൽ ഈ കീറിയ തുണി ഇട്ടിട്ട് ഞാൻ പുറത്ത് കിടക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കേണ്ട അങ്കിൾ, ഞാൻ എന്തായാലും ഒരു വീടുണ്ടാക്കി തരും. പീഹു ഒരു സ്ഥലത്തേക്ക് നോക്കി. അവിടെ തന്റെ കൈവിരൽ നീട്ടിയപ്പോൾ ഒരു ഭംഗിയുള്ള വീട് അവിടെ ഉണ്ടായി. ആ ദരിദ്രനായ മനുഷ്യൻ ആശ്ചര്യത്തോടു കൂടി അത് നോക്കി നിന്നു. മോളെ, നീ ഒരു മായ കൊച്ചു തന്നെയാണല്ലോ. അതെ, ഞാനൊരു മായ കൊച്ചാണ്. പീഹു ഗ്രാമത്തിലെ എല്ലാവർക്കും സഹായം ചെയ്തു. അവളുടെ മാതാപിതാക്കൾ ഇതെല്ലാം കണ്ട് ഒരുപാട് സന്തോഷിച്ചു. പീഹുവിന് ഒരുപാട് കൂട്ടുകാരെയും കിട്ടി. അവളാണെങ്കിലോ കൂട്ടുകാർക്കെല്ലാം മരം കൊണ്ട് പാവകളും ഉണ്ടാക്കി. ഗ്രാമത്തെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ മകൾ കുറെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ എന്നെ പോലെ തന്നെയുണ്ട്. ആഹാ, അവള് നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അഭിമാനം. പിന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ അപ്പൊ എന്നെ കുറ്റപ്പെടുത്തും. ഇതല്ലേ നിങ്ങളുടെ ജോലി. ഇത് മാത്രം ഓർത്തോളൂ, അവൾക്ക് വിദ്യ കൊടുത്തത് ഞാനാണ്. അതുകൊണ്ടാണ് അവൾ എന്നെ പോലെ. എന്നാൽ അവൾ ഇങ്ങനെ മരമായിട്ട് നിൽക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല. ശരി, ഈ ശാപം എങ്ങനെയാണ് തീരാൻ പോകുന്നത്? അതിനിടയിൽ പീഹു അങ്ങോട്ടേക്ക് വന്നു. അവൾ അവളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ആ ശരി മോളെ, നിന്റെ അമ്മ നിനക്ക് ഭക്ഷണം തരും. എന്റെ അടുത്താണ് ഒരു ധാബൊന്നുമില്ലല്ലോ. നീ എപ്പോ ചോദിച്ചാലും നിനക്ക് ഞാൻ ഭക്ഷണം തരാൻ വേണ്ടി. ഇങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനൊരു ധാബ ഉണ്ടാക്കി തരില്ലേ? പീഹു മരം കൊണ്ട് ഒരു ധാബയുണ്ടാക്കി കൊടുത്തു. ഷടാ, നീ ശരിക്കും മരത്തിലുണ്ട് തന്നെ ഒരു ധാബ ഉണ്ടാക്കിയ മോളെ. അത്ഭുതം, അത്ഭുതം മോളെ, എന്റെ അത്ഭുതം. അങ്ങനെ പീഹു പതുക്കെ പതുക്കെ ഗ്രാമത്തിൽ വികസനം കൊണ്ടുവന്നു. പീഹു തന്റെ മാന്ത്രികത കൊണ്ട് ഗ്രാമത്തിൽ വീടുകൾ, കെട്ടിടങ്ങൾ, ധാബകൾ എല്ലാം ഉണ്ടാക്കി. അങ്ങനെയിരിക്കെ ഗ്രാമത്തിലെ ജമീന്ദാറിന്റെ സഹായി സൂരജ് വന്നു. മുതലാളി, ഇപ്പോൾ നമ്മളടുത്ത് ആരും കടം വാങ്ങാൻ വരുന്നേ ഇല്ലല്ലോ. അതുകൊണ്ട് ആരും വട്ടിയും കിട്ടുന്നില്ല. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ജനങ്ങൾ അവരുടെ വീട് ശരിയാക്കാൻ വേണ്ടി അവര് കടനൊക്കെ വാങ്ങുന്നുണ്ടല്ലോ. ഇല്ലല്ലോ, അതിനു വേണ്ടി ആരും വാങ്ങുന്നില്ല. അതിന് സാധ്യതയില്ല. ഗ്രാമത്തിലുള്ള ജനങ്ങള് വീടും കടയൊക്കെ കെട്ടാതെയാണോ ഇരിക്കുന്നത്? ഇല്ല, അങ്ങനൊന്നുമില്ല. ഗ്രാമത്തിലെ ഒരു മരത്തോണ്ട് ഒരു പെണ്ണുണ്ട്. അവളടുത്ത് മായശക്തികളൊക്കെ ഉണ്ട്. അവൾ എന്ത് ചെയ്യാൻ വിചാരിക്കുന്നോ അതൊക്കെ അവൾ ചെയ്യുന്നുണ്ടല്ലോ. ഒരു പക്ഷെ ഇതാണ് കാര്യം വെച്ചാൽ, ശരി വാ, നമുക്ക് പോയി നേരിട്ട് കണ്ടേക്കാം. ജമീന്ദാറും സൂരജും പീഹുവിന്റെ ശക്തി കാണാനായി പോയി. അതായത് കേട്ടത് മുഴുവൻ സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്നറിയാൻ. അവിടെ എത്തിയതും അവർ കണ്ടു പീഹു തന്റെ കൂട്ടുകാർക്ക് മാന്ത്രിക ശക്തി കൊണ്ട് ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഷടാ, ഇവള് ശരിക്കും തന്നെ ഒരു മായ കൊച്ചാണല്ലോ. പിന്നെ ഇവൾ ഒരു മരത്തോണ്ടുണ്ടാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ എന്തെങ്കിലും രഹസ്യമുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേര് പോയിട്ട് അവളുടെ അമ്മേൻ്റെ അടുത്ത് സംസാരിക്കാം. പറഞ്ഞത് ശരിയാണ്. ജമീന്ദാറും സൂരജും രണ്ടുപേരും ചേർന്ന് രോഹിത്തിനെയും രേഷ്മയെയും പോയി കണ്ടു. രോഹിത് ജമീന്ദാറോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞങ്ങളുടെ മകൾ മരമായിട്ട് മാറിയത് കേൾക്കുന്നതിൽ വളരെ ദുഃഖമുണ്ട്. തുടക്കത്തിൽ ഞങ്ങൾക്കും വളരെ വിഷമമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ മകൾ പീഹു ആണ് ഈ ലോകത്തിലെ ഏറ്റവും അഴകുള്ളവളെന്ന്. അത് പറയില്ലേ, നമ്മുടെ ബലവീനം തന്നെ നമ്മൾ അത് ആയുധമായിട്ട് മാക്കണമെന്ന്. അതായത് സാധു എന്റെ മകളെ മരമായിട്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അദ്ദേഹം തന്നെ അവൾക്ക് ആശീർവാദം തന്നിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് അവളും പിന്നെ ഈ ഗ്രാമ ജനങ്ങളും വളരെ സന്തോഷമായിട്ടുള്ളത്. ജമീന്ദാർ ആ വീട്ടിൽ നിന്നും പോയി. ആ സാധു ആരായാലും ശരി, അയാളുടെ ശാപം ഒരു ശാപമല്ല, അതൊരു ആശീർവാദം തന്നെയായിരിക്കും. ഒരു പക്ഷെ നമ്മൾ ആ സാധുവിനെ കല്ലുകൊണ്ട് അടിച്ചാൽ അപ്പോൾ അയാൾ നമുക്ക് ശാപം തരുമല്ലോ. അപ്പോൾ കെട്ടതിന് പകരം നമുക്ക് നല്ലതേ നടക്കുള്ളൂ. അതായത് അവൾക്ക് നടന്ന പോലെ തന്നെ. ആ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മുതലാളി. ആർക്കറിയാം, ഒരു പക്ഷെ നമ്മളെ സ്വർണമായിട്ട് മാറ്റിയാൽ പിന്നെ അതിനുശേഷം നമ്മൾ വിചാരിക്കുന്നൊക്കെ നമുക്ക് സ്വർണമായിട്ട് മാറ്റാൻ പറ്റും. ജമീന്ദാറും സൂരജും രണ്ടുപേരും കാട്ടിനുള്ളിലേക്ക് പോയി. ആ സ്ഥലത്ത് സ്വാമി ഗാഢമായ ധ്യാനത്തിലായിരുന്നു. ജമീന്ദാർ ഒരു കല്ലെടുത്ത് സ്വാമിജിക്ക് നേരെ എറിഞ്ഞു. ആരാണ് ഈ കല്ലെടുത്തിന്റെ മേലെ അടിച്ചത്? എന്റെ മുമ്പിലേക്ക് വാ, എനിക്ക് നിന്നെ കാണണം. അതെ സ്വാമി, ഞാനാണ് അടിച്ചത്.
നിങ്ങൾ എന്തെങ്കിലും ശാപം തരികയാണെങ്കിൽ തന്നേക്കാം. അതായത് സ്വർണമായിട്ട് മാറണമെന്ന്, സ്വർണമാക്കാമെന്ന്. മണ്ട, ആ കൊച്ചിന് എൻ്റെ തെറ്റ് കൊണ്ടാണ് ഞാൻ ആ ശാപം നൽകിയത്. പക്ഷെ മണ്ടന്മാരെ ഞാൻ നിങ്ങൾക്ക് ശാപം നൽകാം. നിങ്ങൾ രണ്ടുപേരും കല്ലായിട്ട് മാറിക്കോളും. ഞാൻ ആ കൊച്ചിന്റെ രൂപം മാത്രമാണ് മരമായിട്ട് മാറുന്നു പറഞ്ഞത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും മുഴുവനായിട്ട് ഒരു കല്ലായിട്ട് തന്നെ മാറാൻ പോകുന്നത്. നിങ്ങളെ കൊണ്ട് അനങ്ങാൻ പോലും പറ്റില്ല. ഉടനെ തന്നെ ജമീന്ദാരും സൂരജും ഒരു കല്ലായി മാറി. അതേസമയം പീഹു ഗ്രാമത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ആ സമയം വന്നു. ബിർജു ഗർജിൽ സ്വന്തമായി വീടില്ലാത്ത ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു നല്ല ദിവസവും വന്നു ചേർന്നു. പീഹു തന്റെ ശരിയായ രൂപത്തിലേക്ക് മാറി. ഹോ, അപ്പോൾ ഇതാണോ ശാപത്തിന്റെ വിമോചനം? നമ്മുടെ പീഹു ഗ്രാമത്തിൽ ആർക്കൊക്കെ വീടില്ലാതിരിക്കുന്നുണ്ടോ അവരെല്ലാവർക്കും വീടുണ്ടാക്കി കൊടുത്തതാണ്. ഇത് വളരെ നല്ല കാര്യമാണ് എന്റെ പൊന്നോ. ആഹാ, അപ്പൊ ഇതാണല്ലേ കാര്യം. പക്ഷെ പീഹുവിന്റെ ശക്തിയെല്ലാം പോയിരിക്കുമോ? എനിക്ക് അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ മകൾക്ക് ശക്തിയില്ലെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് സഹായിക്കുമെന്നുള്ള നല്ല മോളാണ്. കാരണം അവൾ ആരെ പോലെയാണ്? അച്ഛനെ പോലെ തന്നെ.